ഇന്നത്തെ വചനചിന്ത നിന്ദയെ മാറ്റുന്ന സമയമുണ്ട്. എലിസബത്തിനോട് ചോദിച്ചാൽ എലിസബത്ത് വിളിച്ചു പറയും, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. നിന്ദിക്കപ്പെടുവാൻ ഒരു സമയമുണ്ടെങ്കിൽ മാനിക്കപ്പെടുവാൻ ഒരു സമയം ദൈവം കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് പ്രാർത്ഥനയുടെ മറുപടി താങ്കൾ പ്രതീക്ഷിച്ച സമയത്ത് വെളിപ്പെട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ തക്ക സമയത്ത് മറുപടി വെളിപ്പെടും. സൽവസരങ്ങളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ അനേക വർഷങ്ങൾ കാത്തിരിക്കുന്നതിൻ്റെ കാരണം മച്ചിയെന്ന് വിളിച്ച സകലൻ എലിസബത്തിനെ നിന്ദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ വെളിപ്പെടൽ, ദൈവത്തിൻ്റെ തക്ക സമയമായപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിക്ക് എലിസബത്തിൻ്റെ നിന്ദയെ ദൈവം മാറ്റിയെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ദയെ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു, ഇങ്ങനെ എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് എലിസബത്ത് പറഞ്ഞതുപോലെ താങ്കളുടെ ജീവിതത്തിലും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ദയെ മാറ്റുന്ന പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുന്ന സമയം ഇതാ കടന്നു വരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുവാനുള്ള ഭാഗ്യം മറിയയ്ക്ക് ലഭിച്ചു. മറിയ യേശു ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. മറിയയുടെ യാത്രയിൽ യേശുവിനെ കാണുവാൻ തടസ്സമായി നിന്ന കല്ലിനെ ആരുരുട്ടി മാറ്റുമെന്ന് മറിയയുടെ ഹൃദയം ഭാരപ്പെടുമ്പോൾ കർത്താവ് ദൂതനെ കൊണ്ട് കല്ലുരുട്ടി മാറ്റിയെങ്കിൽ, യേശു മറിയുടെ മുമ്പിൽ വെളിപ്പെട്ടുവെങ്കിൽ, താങ്കളുടെ ജീവിതത്തിലും ഹൃദയവേദനയോടുകൂടെ മുന്നോട്ട് ചലിക്കുന്ന താങ്കൾക്ക് വേണ്ടി തക്ക സമയം തടസ്സമായി നിൽക്കുന്ന കല്ലിനെ യേശു ഉരുട്ടി മാറ്റും. ക്രൂശീകരണം ഉണ്ടായതുകൊണ്ടാണ് ഉയർപ്പിൻ്റെ സന്തോഷം നമുക്കുണ്ടായത്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് താങ്കൾ ക്രൂശ് മരണത്തിൻ്റെ അതേ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് എങ്കിൽ ഭാരപ്പെടേണ്ട. താങ്കൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു താങ്കൾക്ക് മുമ്പേ ക്രൂശുമായി കടന്നുപോയിട്ടുണ്ട്. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടിയും കാലുക്രൂശിൽ യാഗമായി. കർത്താവ് യേശു ക്രിസ്തു കാലുക്രൂശിൽ യാഗമാകുമ്പോൾ അരിമത്തിക്കാരനായ യോസേഫിൻ്റെ കല്ലറയ്ക്ക് ഭടന്മാർ കാവൽ നിൽക്കുമ്പോൾ മനുഷ്യരെല്ലാവരും കല്ലുരുട്ടി വച്ച്, റോമൻ പടയാളികൾ റോമൻ മുദ്ര വച്ച് കാവൽ നിൽക്കുമ്പോൾ, ഇനി യേശുവിന് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കത്തില്ലെന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ അതിനൊന്നും യേശുവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ കഴിഞ്ഞില്ല. താങ്കളുടെ ജീവിതത്തിലെ ക്രൂശിൻ്റെ അവസ്ഥയ്ക്കപ്പുറം ഉയർപ്പിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിന് തടയുവാൻ ആർക്ക് സാധ്യമല്ല. താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ നിർണയിച്ചിരിക്കുന്നത് നീക്കുവാനോ തടുക്കുവാനോ ദുർബലപ്പെടുത്തുവാനോ ആർക്ക് കഴിയുകയില്ല. എന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നത് അത് ദുർബലം ആക്കുന്നവനാർ, സർവശക്തൻ നീട്ടിയിരിക്കുന്ന കൈ മുടക്കുന്നവനാർ, മരുഭൂമിയിലും വരണനിലത്തെയും ആനന്ദിപ്പിക്കുവാൻ കഴിയുന്നവൻ, മരുഭൂമിയിലെ വയലാരിക്കുവാൻ കഴിയുന്നവൻ, സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുവാൻ കഴിയുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? തടുക്കുവാനോ ദുർബലമാക്കുവാനോ മുടക്കുവാനോ കഴിയുകയില്ല. വാഗ്ദത്തം പ്രാപിച്ച ദൈവ പൈതൽ ഒരിക്കലും ഈ ലോകത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ ദൈവശബ്ദത്തിന് കാതു കൊടുക്കും. മറ്റു ശബ്ദങ്ങൾക്ക് മറുപടി പറയാതെ മൗനമായിരിക്കുവാൻ തയ്യാറായാൽ ദൈവം താങ്കൾക്ക് വേണ്ടി ഇടപെടും. ആഗ്രഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമല്ല, മറിച്ച് കുശവൻ്റെ കയ്യിലെ കളിമൺ പോലെ ദൈവഹിതത്തിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ താങ്കൾ നിരാശപ്പെടേണ്ടി വരത്തില്ല. ഉണങ്ങിയ അസ്ഥികളെ ജീവൻ കൊടുത്ത് ഒരു വലിയ സൈന്യമാക്കി മാറ്റിയതെങ്കിൽ ഇന്ന് താങ്കളുടെ ഏതവസ്ഥയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാറ്റിനും പ്രാർത്ഥനയിലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് ആവശ്യം അറിയിക്കുക. താങ്കളൊരു തോൽവിയാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും, ഒരു കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയാലും, താങ്കളുടെ ഹൃദയത്തെ കണ്ട് താങ്കളുടെ നിന്ദയെ മാറ്റി പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ട്. ആകയാൽ ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്ദിച്ചാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിന്ദയെ മാറ്റുന്ന കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.